പരസ്യമല്ലേ? പരസ്യത്തിന് ഞങ്ങൾ എന്തോരം പൈസ കൊടുക്കണം? എന്നാലും പരസ്യം ചെയ്യാൻ ഇത്രമാത്രം പൈസ അമ്പലങ്ങളിൽ ചെലവാക്കുന്നത് എന്തിനായിരിക്കും? ക്ഷേത്രങ്ങളെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നാലേ ആകർഷിക്കാൻ പറ്റൂ. അമ്പലത്തിന് ഭക്തരെ ആകർഷിക്കാൻ പരസ്യം. ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിഷ്വൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഒരു കൊല്ലം പരസ്യം ചെയ്യാം. ശരിയാണല്ലോ, ഇത് നമ്മുടെ മോഹിനിയാട്ടം സിനിമയിൽ പറയുന്ന പരിപാടിയാണല്ലോ. ഭക്തി കുറഞ്ഞു തുടങ്ങി. അപ്പൊ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. മനസ്സിലായ? എല്ലാം മനസ്സിലായി. നമസ്കാരം. അഭിനേതാക്കളുടെ സംഘടന AMMA അമ്മ ആകെ അലമ്പായി കിടപ്പാണ്. അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോന് പോലും അറിയില്ല എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഈ അമ്മയിൽ നടക്കുന്നത് എന്ന്. പ്രശ്നത്തിലേക്ക് നയിച്ചത് അമ്മയുടെ കുടുംബസംഗമം ആണ് എന്നാണ് പ്രധാന പോയിന്റ് തേടിച്ചെന്ന് നമുക്ക് മനസ്സിലാവുക. കുടുംബസംഗമത്തിന് സ്പോൺസർഷിപ്പ് വന്നു. വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻ്റെ പൈസ 75 ലക്ഷം റുപ്യ. ആരാധനാലയങ്ങളിൽ നിന്ന് സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് അൻസിബയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഏത് മതത്തിൻ്റേതായാലും ക്ഷേത്രങ്ങളിൽ നിന്നും പള്ളികളിൽ നിന്നൊക്കെ പൈസ പിരിച്ചാൽ അത് എങ്ങനെയാണ് സ്പോൺസർഷിപ്പിൽ ഉൾപ്പെടുത്തുക? അത് അമ്മയുടെ സംവിധാനത്തെ ബാധിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. ചാരിറ്റി സംഘടനയാണല്ലോ അമ്മ, അപ്പോൾ പിന്നെ ഈ പരസ്യം സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ചോദ്യം. അൻസിബ് എതിർത്തിട്ടും ഭൂരിപക്ഷ പിന്തുണയോടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ തീരുമാനിച്ചുത്രേ. വിവാദമായി. പിന്നീട് മറ്റു പല ഈഗോ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഇത് പുറത്തേക്ക് വന്നു. ടിനി ടോമും ഒരു ഭാഗത്ത് ഇപ്പുറത്തെ അൻസിബിയും ഒക്കെയായി അലമ്പായി. ഇതിനു മുമ്പും ഇത്തരത്തിൽ പണം സ്വീകരിച്ച വിവരങ്ങൾ അതിൻ്റെ പിന്നാലെ പുറത്തു വരികയാണ്. ഇപ്പോൾ ഫെബ്രുവരി 14 നടന്ന കുടുംബസംഗമത്തിനായി വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും പണം പിരിച്ച വിവരമാണ് സ്ഥിരീകരിച്ചത്. കുക്കു പരമേശ്വരനും ക്ഷേത്രം ചെയർമാൻ ടി നന്ദകുമാറും ഒപ്പിട്ട ധാരണാപത്രവും പുറത്തു വന്നു. അതിനുശേഷം അമ്മയുടെ ഉള്ളിൽ പല തർക്കങ്ങളും ചേരിതിരിഞ്ഞ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ വീഡിയോയിലൂടെ അതിലേക്കല്ല പോകുന്നത്. ഒരു ക്ഷേത്രം എന്തിനാണ് ജ്വല്ലറികളെയും ഷോപ്പിംഗ് മാളുകളെയും പോലെ പരസ്യം ചെയ്യുന്നത് എന്നതാണ് എന്നെ ആദ്യം മുതൽ അലട്ടിയ ചോദ്യം. ക്ഷേത്രത്തിൻ്റെ ചെയർമാൻ നന്ദകുമാർ മാധ്യമങ്ങളോട് അത് വിശദീകരിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന്. അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് ഒരു സ്പോൺസർ വേണമെന്ന് അമ്മ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ക്ഷേത്രമാണ് എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെന്ത് പറഞ്ഞു? ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പരസ്യം കൊടുത്തു. പരസ്യ? അമ്പലത്തിന് പരസ്യ? ഞങ്ങൾ എന്തോരം പരസ്യം കൊടുക്കണം? അമ്പലത്തിന് ഭക്തരെ ആകർഷിക്കാൻ പരസ്യം. ശരിയാണല്ലോ, ഇത് നമ്മുടെ മോഹിനിയാട്ടം സിനിമയിൽ പറയുന്ന പരിപാടിയാണല്ലോ. ഭക്തരെ ആകർഷിക്കുന്ന ശ്രദ്ധേയമായ പ്രശ്നപരിഹാര പൂജകളും ആകർഷണീയമായ തലയിൽ തേങ്ങമുട്ടലും നിലത്ത് കിടന്നുരുളലും ഒക്കെയുള്ള പലവിധ ആചാരങ്ങൾ. അങ്ങനെ പരസ്യം ചെയ്ത് ഇതിൻ്റെ പ്രത്യേകതകൾ ആളുകളോട് വിളിച്ചു പറഞ്ഞ് ആളുകളെ ആകർഷിച്ചിട്ടുള്ള ഭക്തി കച്ചവടം. അത് കണ്ടിട്ട് സംഘപരിവാർ പ്രൊഫൈലുകൾ മോഹിനിയാട്ടം കണ്ടിട്ട് ദേശീയതലത്തിൽ തന്നെ സിനിമയ്ക്കെതിരെ ക്യാമ്പയിൻ നടത്തിയിരുന്നു. പക്ഷെ സംഗതി സത്യമാണ്. അവിടെ മാത്രമല്ല, ഇവിടെ ഈ കേരളത്തിലും ഭക്തിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പരസ്യം കൊടുക്കുന്നുണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത്. എല്ലപ്പാ, എത്ര റുപ്യൻ്റെ പരസ്യ അമ്പലം കൊടുക്കാന്ന് പറഞ്ഞത് അമ്മയ്ക്ക്? 75. എന്നിട്ട് എത്ര കൊടുത്തു? 30 ലക്ഷം കൊടുത്തു. ബാക്കി ഇപ്പോൾ കൊടുക്കാൻ പോണേ ഉള്ളൂ. ബാക്കി അപ്പോൾ 45 ലക്ഷം. അപ്പോഴേക്കും വിവാദം വന്നു. ബാക്കി കൊടുക്കൂലേ? എന്താ ലേറ്റ് ആവുന്നത്? ലേറ്റ് ആവും കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ബില്ലും പെൻ ഡ്രൈവും എല്ലാം കിട്ടാത്തതുകൊണ്ടായിരുന്നു. അതിപ്പോൾ 31.5 തരും. തന്നെ കൊടുക്കും. 75 ലക്ഷം ഫുള്ളും കൊടുക്കും. അതിന് മാത്രമുള്ള പരസ്യം കിട്ടുമോ? അതായത് ആ തുകയ്ക്കുള്ള പരസ്യമൊന്നും അല്ലെങ്കിൽ പോലും ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞൊരു വനിത ആദ്യമായിട്ട് അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ എനിക്ക് ഒരു തുടക്കത്തിന് ഒരു സഹായമാവുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സഹായിച്ചു. അല്ല, എന്താ തെറ്റ്? സഹായം മാത്രമാണോ? 75 ലക്ഷം സഹായം മാത്രമാണോ? ഇപ്പം ഈ 75 ലക്ഷം കൊടുത്താൽ പരസ്യത്തിന് അതിന് മാത്രം മെച്ചം കിട്ടൂലേ? എന്ത് മെച്ചം? ഞങ്ങൾക്ക് എന്ത് മെച്ചം? ഇതിനകത്ത് എന്താ മെച്ചം? നഷ്ടമല്ലേ? ഇത്രയും പൈസ ഉണ്ടെങ്കിൽ നന്നായിട്ട് വിഷ്വൽ മീഡിയയിൽ ഞങ്ങൾക്ക് ഒരു കൊല്ലം പരസ്യം ചെയ്യാം. അത് ശരിയാ. അപ്പോൾ കൂടുതൽ ഭക്തരെ കിട്ടിയനെ. അതുകൊണ്ട് പരസ്യം മാത്രമെന്ന് പറയാൻ പറ്റൂല. ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ലേഡി, ഒരു വനിത അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ കാര്യമായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്തു. എന്നാലും പരസ്യം ചെയ്യാൻ ഇത്രമാത്രം പൈസ അമ്പലങ്ങളിൽ ചെലവാക്കുന്നത് എന്തിനായിരിക്കും? പരസ്യമല്ലേ? പരസ്യത്തിന് ഞങ്ങൾ എന്തോരം പൈസ കൊടുക്കണം? അമ്മയ്ക്ക് കൊടുത്തത് കൊണ്ട് ക്ഷേത്രത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക് ക്ഷേത്രങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലേ ആകർഷിക്കാൻ പറ്റൂ. ആൾദൈവങ്ങളും അമ്പലങ്ങളും ഒക്കെ പരസ്യം കൊണ്ട് നിറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ ആദ്യമാണ് പരസ്യമായിട്ട് പരസ്യം കൊടുക്കുന്ന കാര്യം ഒരു പ്രശസ്ത അമ്പലത്തിന്റെ ചെയർമാൻ തന്നെ വന്ന് പറയുന്നത്. അപ്പോൾ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. മനസ്സിലായ? അതായത് ഭക്തരെ ആകർഷിക്കണം. അതിനായി നമ്മുടെ മോഹിനിയാട്ടം സിനിമയിൽ പറഞ്ഞതുപോലെ മറ്റമ്പലങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പൊതുവായോ ഉള്ള ആളുകളിൽ നിന്ന് ഭക്തരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കണം. അതാണ് കാര്യം, അല്ലേ? ഭക്തി കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറെ പരസ്യങ്ങൾ വേണം. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായി. ഭക്തിക്ക് ആക്കം കൂട്ടാൻ വേണ്ടി പരസ്യം ചെയ്യണം എന്ന് മനസ്സിലായി. പണ്ട് KSRTCയിൽ ബസ്സിൽ പരസ്യം സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ ദേവാലയങ്ങളുടെ സമ്മതിക്കില്ലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളെ പരസ്യം ചെയ്ത്
ഇപ്പം എല്ലാം ദേവാലയമേ ഉള്ളൂ. ഇനി ഇതിപ്പോ മറ്റിടങ്ങളിലേക്കും ഈ പരസ്യത്തിന്റെ സാധ്യത വ്യാപിക്കുമോ? ഇതിപ്പോ അതെ കൊച്ചിയിൽ മെട്രോയിലും അത് സമ്മതിക്കണില്ല. കാലക്രമേണ ദേവാലയങ്ങൾ എടുക്കണം, അവരെ പരസ്യം കൊടുക്കുള്ളൂ. ഇത് എപ്പോഴാണ് ഈ അമ്പല പരസ്യങ്ങളുടെ സമയം? ഉത്സവ സീസൺ എല്ലാവർക്കും നല്ലതാണ്. സംഭവമൊക്കെ നല്ലതാണ്, എല്ലാവർക്കും നല്ല തന്നെ. പക്ഷെ ഇതിപ്പോ ഉത്സവ സീസണിൽ പരസ്യം ചെയ്ത് വിവാദം മാത്രം മെച്ചം. ഞങ്ങൾ എഗ്രിമെന്റ് ഒപ്പിട്ടു. എഗ്രിമെന്റിന്റെ ചെക്ക് അപ്പം തന്നെ ഞങ്ങളുടെ അവരുടെ ഒരു ബാങ്ക് അക്കൗണ്ട് കയറി. ബാക്കി കൊടുത്തിട്ടില്ല, ബാക്കി കൊടുക്കുകയും ചെയ്യും, കൊടുക്കാണ്ട് പറ്റൂല. ഒരു ഭാഗത്ത് അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോൻ അമ്പലത്തിൽ വന്നിട്ടുണ്ടോ? അവർ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ പല പരിപാടിക്കും വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ടാണോ ക്ഷേത്രത്തിൽ വരുന്നത്? പിന്നെ ഒരു പരിപാടിക്ക് അവർ ഫ്രീ ആയിട്ടല്ല വന്നേക്കണേ. ഓക്കെ, പൈസ കൊടുത്തിട്ടാണ് താരങ്ങളെ കൊണ്ടുവരുന്നത്. ശ്വേതാ മേനോനും പണം കൊടുത്തു. ക്ഷേത്രത്തിന്റെ പരസ്യത്തിനാണല്ലോ, നല്ല തന്നെ. പക്ഷെ അവരുടെ ഭർത്താവിന്റെ സാന്നിധ്യം ഇപ്പൊ ചർച്ചയാവുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടേ ഇല്ല? കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കണ്ടിട്ടില്ല ഇന്നവരാ ഇത് ഫിസിക്കലി. പിന്നെ അങ്ങനെ ഞാൻ ഒരു ദിവസം ശ്വേതാമേനോൻ പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ പേര് ശ്രീവത്സൻ എന്നാണെന്ന് പറഞ്ഞു, കൊള്ളാന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ എന്തിനാ അങ്ങനെ ഭർത്താവിനെ കാണുന്ന കാര്യം? അത് ശരിയാണ്. എനിക്ക് അവരുടെ ഭർത്താവായിട്ട് ഞാൻ ഇന്നവരെ ഫേസ് ടു ഫേസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല. ചുരുക്കത്തിൽ താരങ്ങളാണ് അവിടെ വരുന്നത്. അവിടെ വന്ന എല്ലാവരും പെയ്ഡാണ്. എല്ലാവർക്കും പൈസയും കൊടുക്കും. സുരേഷ് ഗോപി വന്നിട്ട് സുരേഷ് ഗോപിയുടെ ചാരിറ്റി എല്ലാം കൂടി 10 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ചാരിറ്റിയിൽ അക്കൗണ്ടിലാട്ടാ മേടിച്ച. ഏത് അദ്ദേഹം മന്ത്രിയൊക്കെ ആവണതിന് മുമ്പ്. അപ്പൊ ഇവരൊക്കെ ഭക്തിക്ക് മേലെ പൈസക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. പരസ്യത്തിനായി നിങ്ങൾ കാശും കൊടുക്കും. ഒരു എക്സംഷനും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങളോട് ചോദിക്കാറുമില്ല. അവിടെ കളക്ഷൻ വരും, അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ ഡൊണേഷൻ അക്കൗണ്ടിലാണ്ട വന്ന. അതുകൊണ്ട് ഒന്നും വ്യക്തിപരമല്ല. മോഹൻലാൽ അവിടെ വന്നിട്ടുണ്ടല്ലോ. ഫ്രീ ആണ്. അദ്ദേഹം വന്നുപോയി. ലാലേട്ടൻ പൈസ വാങ്ങാണ്ട് പ്രാർത്ഥിക്കാനും പരിപാടിക്കുമായിട്ടാണ് വന്നത് അല്ലേ? അദ്ദേഹം സാമ്പത്തിക സഹായം തന്നിട്ടുണ്ട്. ആണോ? അദ്ദേഹം ഒരു ഉത്സവത്തിന് 2 തവണയായിട്ട് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. അല്ലപ്പാ, ഈ അമ്പലത്തിൽ എങ്ങനെയാ പരസ്യം കൊടുക്കുന്നതിനനുസരിച്ച് വരുമാനമൊക്കെ വരുന്നുണ്ടോ? ഫുൾ പൈസ അക്കൗണ്ടിലാണ്. വണ്ണാരം തുറക്കണ പണം വരെ ബാങ്കിൽ കൊണ്ടിടും ഞങ്ങൾ. എന്തിനാണെന്നറിയാം? അക്കൗണ്ട് ആക്കാം, ടാക്സ് അടയ്ക്കും. ഇപ്പൊ ടാക്സ് അടയ്ക്കും ഞങ്ങൾ. അത്രമാത്രം സുതാര്യമാണ്. ഞങ്ങളുടെ മണ്ണാരത്തി വന്നത് പോലും ഞങ്ങൾ കൊണ്ട് അക്കൗണ്ടിൽ ഇടുക. അതെ, ഇന്നത്തെ റെസിറ്റ് വേണമെങ്കിൽ തരാം. 50,000 രൂപ ഇട്ടുണ്ട്. ഇത്രയൊക്കെ പണം കൊടുത്ത് ഇത്രയും താരങ്ങളെയും കൊണ്ടുവന്ന് പുറത്ത് കോടിയോളം പരസ്യവും ചെയ്യാൻ മാത്രം വരുമാനം കിട്ടുമോ നമുക്ക്? മുമ്പ് അവിടെ ഒരു മാസം ഒരു 7-8 ലക്ഷം രൂപ വരെ പിരിയും. അതിനകത്ത് നമ്മൾ ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഇപ്പം എടുത്താൽ പണ്ട് 10 പേജ് ഉണ്ട്, അതിപ്പോൾ 400 പേജാണ്. എൻ്റെ അമ്മേ, അത്രയും പൈസ വരും. അപ്പം പിന്നെ പരസ്യം ചെയ്താൽ എന്താ നഷ്ടം? അമ്പലങ്ങൾക്ക് പരസ്യങ്ങളിലൂടെ ഇനിയും പുരോഗതി ഉണ്ടാവട്ടെ, ഭക്തരെ ആകർഷിക്കാൻ കഴിയട്ടെ. അല്ലപ്പാ, ഒറ്റയടിക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രം പണം വരുമെന്ന് ഉറപ്പുണ്ടാ? ഒറ്റയടിക്കല്ലല്ലോ കൊടുത്തത്, 30 ലക്ഷമല്ലേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും കൊടുത്തല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കണ ചോദ്യം കേൾക്ക്. ഞങ്ങൾ ആരും കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാറില്ല, അക്കൗണ്ടിൽ നിന്നാണ് കൊടുക്കണം. അക്കൗണ്ട് വഴി വിനിമയം നടത്തണമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞേക്കണം. പിന്നെ ഞങ്ങൾക്ക് വരുന്ന പൈസകളുണ്ടല്ലോ ഉത്സവ കാലത്ത്, ആ സമയത്തല്ലേ ഇത് നടന്നത്. ഇത് നടക്കുമ്പോൾ ഉത്സവമാണ്. ഉത്സവത്തിന് ഞങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരും. അപ്പോൾ പിന്നെ പരസ്യം ചെയ്യുന്നതിന് എന്താ? എന്നാലും അമ്പലത്തിന് പരസ്യം ചെയ്ത് ഭക്തരെ ആകർഷിക്കേണ്ട കാലം തന്നെ അല്ലേ? ക്ഷേത്രങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാലേ ആകർഷിക്കാൻ പറ്റൂ. ഭക്തി കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഭക്തിക്ക് ആക്കം കൂട്ടണമെങ്കിൽ കുറേ പരസ്യങ്ങൾ വേണം. മനസ്സിലായോ? എല്ലാം മനസ്സിലായി. അമ്മയ്ക്കും നന്ദകുമാറിനും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.